സംഭവം ഈ സാമ്പത്തിക ഇടപാടിൽ ബന്ധപ്പെട്ടാണ്. ഫ്ലെക്സ് പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഫ്ലെക്സ് അടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഈ ശലഭമേള എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം, അതിന് ശ്രീ ശരത്ചന്ദ്ര പ്രസാദാണ് അത് നടത്തുന്നത്. പുള്ളി ഇലക്ഷന് കുറച്ച് കുടിശ്ശികയുണ്ടായിരുന്നു, അല്ലാതെ കുറച്ച്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഇത് പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്രകോപനത്തിൽ എന്നെ മർദ്ദിക്കുകയും പിന്നെ കസേരയെല്ലാം എടുത്ത് അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അത് ഇന്നലെ വൈകുന്നേരം. അപ്പോൾ ഞാൻ അത് KPC പ്രസിഡന്റിനോട് ബന്ധപ്പെട്ട് സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു 7:30 മണിക്ക് രാത്രി. സാറും പിന്നെ ഞാൻ മാത്രമൊന്നും ഞാനില്ല, ഞാനും എൻ്റെ മോനും വൈഫൊക്കെ ഞങ്ങൾ താമസം ഇവിടെ തന്നെയാണ്. പിന്നെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിയുടെ കൂടെ 1-2 പേരുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ ഇങ്ങനെ മർദ്ദിച്ച്, അത് പിന്നെ നമുക്ക് വളരെ ഒരു വിഷമമുണ്ടാക്കുന്ന ഘട്ടമായതുകൊണ്ട് ഞാൻ KPC പ്രസിഡന്റിനെ പോയി കണ്ടു, കാര്യം പറഞ്ഞു, പരാതി കൊടുത്തിട്ടുണ്ട്. പുള്ളി വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സ് അടിക്കാൻ ആവശ്യപ്പെട്ടു. പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് മുഴുവൻ തരാൻ തയ്യാറല്ല, അതായത് കാര്യം. ഇലക്ഷൻ്റെയൊക്കെ പഴയ കുടിശ്ശികളുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതൊക്കെ കടം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത്രയേ ഉള്ളൂ. വേറെ അദ്ദേഹത്തിൻ്റെ കൂടെ അയാളുടെ സ്റ്റാഫ് ആരൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതിന് അവരൊന്നും ഒരു വിഷയത്തിലുള്ളവരല്ല. അതെ 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 ഈ പരിപാടി നശിപ്പിക്കുമല്ലേ, പിന്നെ പരിപാടി അലങ്കോലപ്പെടുത്തുമല്ലേ ഫ്ലെക്സ് അടിച്ചു തരാതെ എന്നുള്ള പ്രകോപനമായിരുന്നു. ഞാൻ പറഞ്ഞു ഫ്ലെക്സ് എല്ലാം അടിച്ചു തരാം, പൈസ തന്നാൽ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അത്ര തന്നെ. മർദ്ദിച്ചു. ആശുപത്രിയിലൊന്നും പോയില്ല, മർദ്ദിച്ചു. ഇല്ല, കസേരയൊക്കെ എടുത്തടിച്ച് പൊട്ടിച്ചു, അത്ര തന്നെ. അതെ. കേസ് KPCC-യിൽ ഞാനൊരു പാർട്ടി പ്രവർത്തനം കൂടെയാണ്, അതുകൊണ്ട് KPC പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. സാറ് എന്ത് തീരുമാനം എടുക്കുന്നോ അതുപോലെ മുമ്പോട്ട് പോകുന്നു. നഷ്ടപരിഹാരത്തിൻ്റെ ഒന്നല്ലല്ലോ പ്രശ്നം, ഇത് അല്ല. ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ.